വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശാന്തമായ രാവിലെ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിനങ്ങളിൽ വീട് ഒരിക്കൽ കൂടെ ദൈവവചനം സംസാരിക്കുവാൻ ദൈവം നൽകിയ സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. നിങ്ങളെല്ലാവർക്കും സമാധാനവും ശാന്തിയും നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും തലമുറയായി ദൈവം ധാരാളമായി നൽകുമാറാകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമായിരിക്കുന്നു. നമ്മൾ കാണാതെ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നു. എനിക്ക് സൗഖ്യമുണ്ടാകും, എനിക്ക് വിടുതലുണ്ടാകും, എന്റെ തലമുറകളെ ദൈവം മാനിക്കുമെന്ന വിശ്വാസത്തോടു കൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. വിശ്വസിക്കുന്നവർ ദൈവം പ്രവർത്തിക്കുമെന്നും ദൈവത്തിന് ജീവനുണ്ടെന്നും ദൈവം എന്റെ അപ്പനാണെന്നും ദൈവം എന്റെ സ്നേഹിതനാണെന്നും എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുമുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മെ കൈവിടുകയില്ല. ഉൽപ്പത്തി 1:22 സൃഷ്ടിയെ ദൈവം അനുഗ്രഹിക്കുന്നു. വിശ്വാസത്താൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എത്രയോ പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്ന്. 1 രാജാക്കൾ 8-ാം അധ്യായം 28 മുതൽ 32 വരെ 52-ാമത്തെ വാക്യത്തിലും ശലോമോൻ പ്രാർത്ഥിക്കുന്നു, അടിയൻ, അടിമ, വേലക്കാരൻ എന്ന് പറയുക. ഈ സ്ഥാനത്ത് എല്ലാവർക്കും വരാൻ പറ്റത്തില്ല. പദവി, പണം, പിന്നെ ഓരോ അധികാരങ്ങൾ, പിന്നെ നമ്മുടെ കുടുംബ ഭാഗത്വം, നമ്മുടെ വീട്, നമ്മുടെ ആസ്തികൾ, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റത്തില്ല. താഴെ ഇറങ്ങിയ നാണക്കേടാ. നീ എത്രത്തോളം ദൈവത്തിന് മുമ്പിൽ താഴ്മപ്പെടുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളുടെ വാക്കുകൾ കേൾക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ദൈവഭയം ഉണ്ടായിരിക്കണം. വല്ലവനെ വിളിച്ചാൽ അവനെ കൂടെ ഇറങ്ങിപ്പോകരുത്. ആകാത്ത പാതകൾ, ആകാത്ത റൂട്ടുകൾ, കഞ്ചാവ്, മയക്കുമരുന്ന് ഈ ദിനങ്ങളിൽ തിരമാല പോലെ ആഞ്ഞടിക്കുമ്പോൾ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും പൈശാചികൻ പലവിധമായ പ്രശ്നങ്ങളെ കടത്തിവിടുമ്പോൾ നിങ്ങളുടെ മക്കളെ ദൈവഭാഗത്തിൽ തിരിച്ചുവിടുക. അവർ നല്ലവണ്ണം പഠിക്കട്ടെ, നല്ല ഡിഗ്രി എടുക്കട്ടെ, ഉയർന്ന പദവിയിലേക്ക് വരട്ടെ. ദൈവികമല്ലാത്ത ഒരു പ്രവൃത്തികളും, സിനിമ, സീരിയല്, ആവശ്യമുള്ള അല്ലാത്ത കാര്യങ്ങൾ, വാട്സപ്പുകൾ, യൂട്യൂബ്, ഇങ്ങനെയുള്ള അന്ധകാരത്തിൽ കുഞ്ഞുങ്ങൾ അടിമപ്പെടാതെ ആ വരയിൽ നിങ്ങൾ അകപ്പെട്ടാൽ, ആ തീച്ചുളക്കകത്ത് നിങ്ങൾ അകപ്പെട്ടാൽ, ആ കാമ്പകണ്ടിൽ നിങ്ങൾ അകപ്പെട്ടാൽ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയത്തില്ല. ഗെയിം ഭ്രാന്ത പിള്ളേർക്ക്. കുഞ്ഞുങ്ങളെ, വേദപുസ്തകം പറയുന്ന അറിയാമോ? മനുഷ്യ വിതയ്ക്കുന്നത് കൊയ്യുമെന്നാണ്. ഈ പഠനത്തെ ലക്ഷ്യമാക്കുക, നല്ലവണ്ണം പഠിക്കുക. നീ ഗെയിമിൽ ഭ്രാന്ത് പിടിച്ചാൽ നീ പിന്നെ ദുഃഖിക്കേണ്ടത് വരും, നീ ഭാരപ്പെടേണ്ടത് വരും, അനുഭവിക്കേണ്ടത് വരും. കാരണം നിനക്കിന്ന് സമയം പോകുന്നില്ല. 10 മുടി വാഴ നടാം, 10 പച്ചക്കറി വെക്കാം, അല്പനേരം പ്രാർത്ഥിക്കാം, അല്പനേരം ബൈബിൾ വായിക്കാം, ഒന്ന് ദൈവവചനം ധ്യാനിക്കാം. സിനിമയും സീരിയലും, സിനിമ പെട്ടികളൊക്കെ വിൽക്കുക, പെട്ടികളൊക്കെ വിറ്റ് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുക. 1 വയസ്സും 2 വയസ്സായ കുഞ്ഞുങ്ങൾ പോലും മൊബൈലില്ലാതെ ആഹാരം കഴിക്കത്തില്ല. പണ്ടങ്ങനെയല്ല. 10ഉം 8ഉം 20 മക്കളുണ്ടായിരുന്നു. കോരി അവിടെ വേണമെങ്കിൽ തിന്ന്, അല്ലെങ്കിൽ പോയെന്ന് പറയും. ഇന്ന് അങ്ങനെയല്ല.
സ്വല്പം ആഹാരം കൊടുക്കാൻ വേണ്ടി എത്ര മണിക്കൂർ വേണം, എത്ര ആൾക്കാർ വേണം? എന്താ കാര്യം? നമുക്കാദ്യം ദൈവത്തെക്കുറിച്ചുള്ള ഒരാവേശം വരാത്തത് കൊണ്ടാണ്. നമ്മൾ ദൈവത്തിൽ ഭയപ്പെട്ടാൽ ഈ ലോകത്തിലെ ഒരു കാര്യത്തിനും നമ്മൾ കുരുങ്ങി പോകുകയില്ല. സങ്കീർത്തനം 121 പറയുന്നത്, എനിക്ക് സഹായം വരും, ഞാന് പർവ്വതങ്ങളിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തുന്നു. അവ ദൈവം നമ്മെ സഹായിക്കും, ദൈവം കൂടെയിരിക്കും, ദൈവം നടത്തും. അപ്പൊ ദൈവം നടത്തണമെങ്കിൽ ദൈവത്തെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മൾ വിചാരിക്കുന്ന കുറെ പഠിപ്പിച്ചാൽ ദൈവം പഠിക്കുമെന്നാണ്. നമ്മൾ എന്നും പഠിപ്പിക്കേണ്ട. ദൈവം പറയുന്നത് കേൾക്കണം, മനം തിരിയണം, പാപത്തെ വിടണം, ദുഷ്ടത വിടണം, ചതിവ് വിടണം, ദുർമന്ത്രവാദം വിടണം, ആഭിചാരം വിടണം, അതിർക്കൽ പിടരുത്, കള്ളക്കേസ് കൊടുക്കരുത്, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും നമ്മൾ കൂട്ടു നിൽക്കരുത്. അങ്ങനെ നിന്നാൽ നമുക്ക് ദോഷം സംഭവിക്കും. കാരണം ഇപ്പൊ സുഖമായിരിക്കും. നമുക്കറിയുന്നത് ഒരു ബൈക്കിൽ അന്ന് എത്ര പേർ വന്നെന്നറിയത്തില്ല. കാച്ചാണിക്കടുക്കൽ കാറിടിച്ചു. ആ ഇടിച്ച ഇടിയോടെ ഒരു വീട്ടിന്റെ പുറത്തൂടെ വിടുന്നെന്നാ തോന്നുന്നത്. ഞാൻ ഇറങ്ങി കണ്ടില്ല. കഴിഞ്ഞ 31-ാം തീയതി രാത്രി, അത് രാവിലെ 1-ാം തീയതി ഒരു പയ്യൻ ബൈക്കിൽ പോകുമ്പോൾ ഇറക്കത്തിലാണ്, നല്ല സ്പീഡാ. അവനെ കാണുമ്പോൾ അറിയാം മാന്യമായ ഒരു കുടുംബത്തിലുള്ളവനാ. അവന് വിടുന്നു കിടക്കുകയാണ്. അവൻ പറഞ്ഞത് എങ്ങനെയാണ്? ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോകുക എന്ന കാര്യം. എന്നാ അടിച്ച് തകർന്നു. വാഹനത്തിൽ ലൈറ്റ് ഓഫായില്ല. അടുത്ത് പോയി നോക്കുമ്പോൾ അവൻ മദ്യപിച്ചിരിക്കുകയാണ്. അല്പം കുടിക്കട്ടെ, നല്ല സുഖമായിരിക്കും, നല്ല സുഖമാ. പ്രാർത്ഥന വേണ്ട, സ്തോത്രം പറയരുത്, ഹാലേലൂയ പറയരുത്. നാണക്കേട വീണ് കൈപ്പൊട്ടിയാലും കുഴപ്പമില്ല, തല പൊട്ടിയാലും കുഴപ്പമില്ല. കാരണം പുതിയ തല വെക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മക്കൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരോട് പോകുന്നു, ഏത് കൂട്ടുകെട്ട്, തെറ്റ് ചെയ്യുന്നുണ്ടോ? ചിലപ്പോ അപ്പൻ സാട്ടുകൂട്ടായി നിൽക്കും. അപ്പന് ചിലപ്പോ എല്ലാം പറയാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് പറയാം, വിവാഹമായാലും ആൺമക്കളെ പെൺമക്കളെ അമ്മയ്ക്ക് അടി കൊടുക്കുക, ഇരിയെന്ന് പറയാം. അമ്മയ്ക്ക് പറഞ്ഞാൽ അമ്മ അടി കൊടുത്താൽ പിള്ളേർ അടങ്ങും. പിള്ളേർ ഇപ്പൊ അടക്കില്ലെങ്കിൽ എപ്പോഴാണ് നടക്കുന്നത്? പാക്കാവുമ്പോൾ വഴിയിലിരിക്കും, വലിയ മരമാകുമ്പോൾ മടിയിലിരിക്കുന്നു. ഒരിക്കലുമല്ല. ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുത്തണം, നിൽക്കേണ്ട സ്ഥലത്ത് നിർത്തണം. സിനിമ പെട്ടികളൊക്കെ വിൽക്കുക. സിനിമ പെട്ടി നമുക്ക് വേണ്ട. 40, 50, 30 വർഷങ്ങൾക്ക് മുൻപ് സിനിമ പെട്ടി ഇല്ലാതിരുന്നില്ലേ? അന്ന് സന്തോഷം ഉണ്ടായില്ലേ? ഇപ്പൊ നേരം എടുക്കേണ്ട, എപ്പ സീരിയൽ കാണാം, എപ്പ സിനിമ കാണാം. അത് നരകത്തിലേക്ക് കൊണ്ടുപോകും, അത് നാശത്തിലേക്ക് കൊണ്ടുപോകും. ഒരല്പനേരം ഒന്ന് ഹൃദയം നെറുങ്ങി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു നോക്കുക, ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ മക്കൾക്ക് നന്മയായി മാറും. മക്കളുടെ ബുദ്ധിദൈവ തുറക്കും. ഒരു കുഞ്ഞുങ്ങളും ആകാത്ത ഒരു പാതകളിലും പോകരുത്. വല്ലാത്ത ഒരു കാലഘട്ടമാണ്. എല്ലാം എനിക്ക് ഇതിലെ എവിടെ പറയാൻ പറ്റത്തില്ല. ഭയങ്കര സംഭവമാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാ ചെയ്യുന്ന? ദൈവമല്ല, ദൈവത്തിന് എതിരാളി, കള്ളപ്പിശാച്, ദുഷ്ടൻ. അവൻ കള്ളനാണ്. അവൻ തകർക്കുക, സമാധാനത്തെ നശിപ്പിക്കുക, ഇല്ലാതെയാക്കുക, കുടുംബത്തെ കലക്കുക, പിള്ളേരെ ആകാത്ത റൂട്ടുകളിൽ അയക്കുക. അതാണ് അവന്റെ ലക്ഷ്യം. എന്നാൽ ദൈവം അങ്ങനെയല്ല. സങ്കീർത്തനം 32:8, 143:8, ഞാൻ നിനക്ക് ഉപദേശിച്ച് നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. എന്റെ ദൃഷ്ടി നിന്റെ മേൽ വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഈ ലോകത്തിലെ ദൈവം തരുന്ന ആലോചന പോലെ അടുത്ത കീഴുള്ള ആലോചന മാതാപിതാക്കളുടെ ആലോചനയാണ്. ഒന്ന് ദൈവം, രണ്ടാമത് അപ്പൻ അമ്മ, മൂന്നാമത് കുരുക്കന്മാർ, ദൈവദാസന്മാർ, ദൈവശബ്ദങ്ങൾ. ഇതാണ് നമ്മെ നടത്തേണ്ടത്. അല്ലാതെ നമ്മളെ റൂട്ട് തെറ്റിപ്പിച്ചു കൊണ്ട് പോകുന്ന, വിളിച്ചാൽ വന്റെ കൂടെ ഇറങ്ങിപ്പോകരുത്, കറങ്ങാൻ പോകരുത്, റൂട്ട് തെറ്റി പോകരുത്. നിങ്ങളുടെ ലക്ഷ്യം നല്ലവണ്ണം പഠിക്കുക, പഠനത്തെ മുന്നിൽ നിർത്തുക. കാരണം നിങ്ങളെ വിട്ടുപോകുന്ന ഒരു സമയം പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല. നമ്മളൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയാണ്? സ്കൂളിൽ ബുദ്ധിയില്ല,
മണ്ടൻ ബുദ്ധിയാണ്, തലയിൽ കയറത്തില്ല. വീട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല. വീട്ടിൽ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമല്ലാത്ത മാതാപിതാക്കൾ എടുത്തിട്ട് അടിക്കും. കാരണം സ്കൂളിൽ പോകാതിരിക്കാനും പറ്റത്തില്ല, ഒളിച്ചോടാനും പറ്റത്തില്ല. പക്ഷേ അന്ന് ബുദ്ധിയില്ല. യേശുവിനെ അറിഞ്ഞു, മാനസാന്തരപ്പെട്ടു, വെള്ളത്താൽ സ്നാനപ്പെട്ടു, ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുത്തു. ദൈവം ബുദ്ധി നൽകി, ദൈവം ജ്ഞാനം നൽകി. ആയിരം കോടി കോടി ആസ്തി ഉണ്ടെങ്കിലും മക്കൾ നഷ്ടപ്പെട്ടാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. കോടി കോടി ആസ്തി ഉണ്ടെങ്കിലും ബുദ്ധി ലഭിക്കുമ്പോൾ ഒരു സ്ഥലത്തിലും പണത്തിന് ബുദ്ധി വാങ്ങാൻ കഴിയത്തില്ല. ആദ്യം ദൈവത്തിൽ ഭയപ്പെടുക, ദൈവസ്നേഹത്തിൽ ഭയപ്പെടുക. ഒരു കുടുംബത്തിലും മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ആരും നഷ്ടപ്പെടരുത്. കാരണം ഒരു ശരീരത്തിൽ ഒരു കയ്യിൽ 5 വിരലുണ്ടെങ്കിൽ ഒരു വിരലിന് ആപത്തുണ്ടായാൽ എല്ലാ വിരലും മറ്റുള്ളവരില് കഷ്ടപ്പെട്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഒരു കുടുംബത്തിലും ആത്മഹത്യ നടക്കരുത്, കൊലപാതകം നടക്കരുത്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ പറയും തലവിധി എന്ന്. തലയിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. നമുക്കാണ് ബുദ്ധി, അറിവ്, ജ്ഞാനം, ഡിസൈൻ സ്പിരിറ്റ് ദൈവം നൽകിയിരിക്കുന്നത്. മൃഗങ്ങൾക്ക് ജ്ഞാനമുണ്ട്, അറിവില്ല. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ മക്കളെ അമ്മമാർ വളരെ ശ്രദ്ധിക്കണം. എങ്ങനെ പോകുന്നു, ആരോട് പോകുന്നു, ആരോട് സംസാരിക്കുന്നു, നല്ലവണ്ണം പഠിക്കുന്നുണ്ടോ? അനേക കൈവശം പോലീസ് ഓഫീസർ പറഞ്ഞു, ബാഗിന്റെ അകത്തും അതുപോലെ കുഞ്ഞുങ്ങൾ രാത്രി പെമ്പിള്ളാർ ഇറങ്ങിപ്പോകുന്ന അവസ്ഥകള്. ഇത് നിസ്സാരമായി നിങ്ങൾ കണക്കാക്കരുത്. നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാ. അങ്ങനെയാണെങ്കിൽ Matayi 6:33 ആദ്യം ദൈവത്തെ തേടുക. സഭകളിൽ ആരാധന, പ്രാർത്ഥന ദൈവികമല്ലാതെ ഒരു കാര്യത്തിനും പ്രശ്നത്തിലോ അടിക്കോ ദേഷ്യത്തിനോ നമ്മൾ സ്ഥലം കൊടുക്കരുത്. അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. കാരണം കൊടുത്താൽ നമ്മൾ വളരെ വില കൊടുക്കേണ്ടത് വരും. ആരും കാണത്തില്ല. സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ, ശാന്തി നിങ്ങൾക്കുണ്ടാകട്ടെ, സന്തോഷം നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ ലോകം വല്ലാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ കുടുംബങ്ങൾ എല്ലാം നന്മ പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ, ശാന്തി ഉണ്ടാകട്ടെ. മക്കൾക്ക് യേശുവിനെ കൊടുക്കുക. രാവിലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പ്രാർത്ഥന ജീവിതം കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. ഡെയിലി ഒരു വാക്യം കാണാതെ പഠിക്കട്ടെ. അവരെ ദൈവഭാഗത്തിൽ തിരിച്ചുവിട്ടാൽ, അവർ വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാൽ, കരം തട്ടി ദൈവത്തെ പാടിയാൽ, നിങ്ങളുടെ മക്കളെ കുറിച്ചോ നിങ്ങളുടെ കൊച്ചുമക്കളെ കുറിച്ചോ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു വീടി, അല്പം വീടി, അല്പം കഞ്ചാവ്, അല്പം മദ്യപാനം അത് നാശത്തിലേക്ക് കൊണ്ടുപോകും. ആദ്യം സുഖമായിരിക്കും, പിന്നെ ക്യാൻസർ ഉണ്ടാകും, മാരകമായ രോഗങ്ങൾ ഉണ്ടാകും. കേട്ട് കീഴ്പ്പെട്ട് അനുസരിച്ച എബ്രായർ 11:1 പറയുന്നത് വേറെ. വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നത് ഉറപ്പാണ്, കാണാത്ത കാര്യത്തിന് നിശ്ചയം. നിങ്ങൾ, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ കുടുംബങ്ങൾ നന്മ പ്രാപിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനായ സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, നീതിയുള്ള ദൈവമേ, വാക്കുമാറാത്ത ദൈവമേ, അത്ഭുതങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവമേ, ആകാശം മാറും, ഭൂമി മാറിപ്പോകും. ദേശത്തിൽ, കുടുംബത്തിൽ ശാന്തി സമാധാനം നൽകണമേ. ഈ ഭൂമിയിൽ കാണുന്നത് പോലെ സ്വർഗത്തിൽ കാണപ്പെടണം. ദൂരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അടുത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരുന്ന എക്സാമില് 100 മാർക്കോട് കൂടെ വിജയിക്കണം. ദേശത്തിൽ ആത്മഹത്യ നടക്കരുത്, കൊലപാതകം നടക്കരുത്, കള്ള്, കഞ്ചാവ്, മദ്യശാലകൾ അടക്കപ്പെടണം, നിർത്തപ്പെടണം. ദുർമന്ത്രവാദം നടക്കരുത്, ആഭിചാരം നടക്കരുത്. ഈ ഭൂമിയിൽ കാണുന്നത് പോലെ സകലവരെയും സ്വർഗത്തിൽ കാണപ്പെടണം. സ്വീകരിക്കുന്ന സഭയ്ക്കായി, പുരോഹിതനായി, കുടുംബങ്ങൾക്കായി, സഭ നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ശാന്തി സമാധാനം കുടുംബങ്ങളിൽ നൽകണം. ഇതിൽ സ്നേഹിക്കുന്ന എല്ലാ കുടുംബത്തെയും തലമുറയായി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനകളുടെതിനായി നന്ദി. യേശു കർത്താവിന്റെ നാമത്തെ തന്നെ പിതാവേ. ആമേൻ. മാറാനാഥ, യേശു വേഗം വരും. ദൈവം നിങ്ങൾക്ക് ശാന്തിയും സമാധാനം നൽകട്ടെ. ആമേൻ.